സ്വകാര്യ ആശുപത്രി മാഫിയയ്ക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ യൂത്ത് കോൺഗ്രസും കേരളത്തിലെ മുസ്ലിം ലീഗും പണിയെടുക്കുകയാണ്. ഇന്നലെയും എറണാകുളത്തുള്ള കിൻഡർ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു പിഞ്ചു കുഞ്ഞ് മരിച്ചല്ലോ. 8 ദിവസം മാത്രം പ്രായമായിട്ടുള്ള ഒരു കുഞ്ഞ്. എവിടെയായിരുന്നു യൂത്ത് കോൺഗ്രസ്? എന്താണ് റീത്ത് വെക്കാത്തത്? ഇതിപ്പോൾ നടന്നിരിക്കുന്ന എറണാകുളം ജനറൽ ആശുപത്രിയിലാണെങ്കിൽ അവസ്ഥ എന്തായിരിക്കും? ഇത് നടന്നിരിക്കുന്നത് ഇപ്പൊ എറണാകുളം ജനറൽ ആശുപത്രിയിലാണെങ്കിൽ ആ ആശുപത്രിക്ക് മുമ്പ് റീത്തുമായിട്ട് ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസ്സുകാരും യുവമോർച്ചയൊക്കെ പോകത്തില്ലായിരുന്നോ? ഇതെന്താ പോകാത്ത എന്താണെന്ന്? ഇത് ഇവിടെയും പോകണ്ടേ? കിൻഡർ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലേക്ക് ഇവർ പോകണ്ടേ? കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മമൽ ഹോസ്പിറ്റൽ എന്താ പോകാത്തത്? അത് പ്രവാസി കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ VD സതീശന്റെ ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ഒരു വ്യക്തിയല്ലേ അയാള്? എന്താ അജയ്കുമാറോ? എന്താ അയാളുടെ ഹോസ്പിറ്റലിലേക്കും അയാളുടെ വീട്ടിലേക്കും എന്താ റീത്ത് വെക്കാൻ പോകാത്തത്? കാരണം കേരളത്തിലെ കോൺഗ്രസും അതോടൊപ്പം തന്നെ കേരളത്തിലെ മുസ്ലിം ലീഗും എന്ന് പറയുന്നത് കേരളത്തിലെ സ്വകാര്യ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മാഫിയയുടെ കയ്യിലെ ടൂള് മാത്രമാണ്. വെറും ടൂള് മാത്രമാണ്. കഴിഞ്ഞ ദിവസം ഈ ലാത്തിചാർജ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ KSUക്കാര് അവിടുത്തെ ഒരു ആശുപത്രിയിൽ പോയി നിൽക്കുന്നുണ്ടല്ലോ. സർക്കാർ ആശുപത്രിയാണത്. ആ സർക്കാർ ആശുപത്രിയുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അത് സർക്കാർ ആശുപത്രിയാണെന്ന് പറയുമോ? UDFന്റെ ഭരണകാലത്തുണ്ടായിരുന്ന ആശുപത്രിയാണോ ഇപ്പോഴത്തെ കേരളത്തിലെ ആശുപത്രി വാർഡുകൾ എന്ന് പറയുന്നത്? എത്ര മനോഹരമാണത്! എത്രയോ വലിയ അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. ഈ വീണ ജോർജിനോട് എന്തിനാണ് ഇവർക്ക് ഇത്ര കലിപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ടെന്നേ. കേരളത്തിലെ ആരോഗ്യ മേഖല ഇത്രയും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുകയും ഒരു ദിവസം 3.25 ലക്ഷത്തോളം ആളുകൾ, 3 ലക്ഷത്തോളം OP പേഷ്യൻസും അതോടൊപ്പം തന്നെ 75,000-ഓളം ആളുകൾക്ക് അവിടെ കിടന്ന് ചികിത്സിക്കാനുള്ള സൗകര്യമുള്ള ഒരു സംവിധാനമാണ് കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത്, കേരളത്തിലെ ആശുപത്രികൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇത്രയും നല്ല രീതിയിൽ ഒരു വകുപ്പിനെ കൊണ്ടുപോകുമ്പോൾ ഈ ആശുപത്രിയുടെ സേവനങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളുകൾ സർക്കാരിന് അനുകൂലമായി ചിന്തിക്കും എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യ മേഖലയെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസും ഈ പറഞ്ഞ മുസ്ലിം ലീഗ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബ്ലാക്ക് സ്റ്റോണിലും KKRലും ഒക്കെ ഈ കോൺഗ്രസ് നേതാക്കന്മാർക്കും മുസ്ലിം ലീഗ് നേതാക്കന്മാർക്കും ഒക്കെ വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടെന്നേ. അവരിനെ മിണ്ടാതിരിക്കുവോ? ഓരോ ഹോസ്പിറ്റലുകളും എടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ. ഈ ഹോസ്പിറ്റലുകളുടെയൊക്കെ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റേഴ്സ് ആരാന്ന് നിങ്ങൾ തെരഞ്ഞു പോകുന്ന സമയത്ത് അവിടെ ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗുകാരനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലേക്ക് റീത്തുമായിട്ട് പോകുന്ന ഈ പറഞ്ഞ കേരളത്തിലെ കോൺഗ്രസും മുസ്ലിം ലീഗും ധൈര്യമുണ്ടെങ്കിൽ ഇന്നലെ 8 ദിവസം മാത്രം പ്രായമായിട്ടുള്ള ഒരു പിഞ്ചു കുഞ്ഞ് മരിച്ചിട്ടുള്ള കിൻഡർ ഹോസ്പിറ്റലിലേക്ക് ഒരു മാർച്ച് നടത്താൻ ഇവർക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങളിൽ സത്യസന്ധതയുണ്ടെന്ന് പറയാം. അതല്ലെങ്കിൽ ഇവർ കാണിച്ചു കൂട്ടുന്നതെല്ലാം വെറും രാഷ്ട്രീയ നാടകമാണ്. അധികാരം എങ്ങനെയും പിടിച്ചിട്ട് കക്കാനും മുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു വ്യഗ്രതയിൽ ഇവർ പറയുന്നതാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.